ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗെസ്. ലഹരി വിരുദ്ധ ദിന ക്വിസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ ലഹരി വിരുദ്ധ ദിന ക്വിസിൽ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ഡ്രഗ് ഡേ എന്നാണ്. ഇതിൻ്റെ ഉത്തരം ജൂൺ 26. ശരി ഉത്തരം കമൻറ്റ് ചെയ്തവർ അർച്ചന, മുഹമ്മദ് ഷദീൻ, ജുഫൈന, വസീല ഫാത്തിമ, അഹിയാൻ, ലിജേഷ്, ഫാത്തിമ ഫൈഹ, നിസ റഹ്മാൻ, മീനു, റയാൻ മാർട്ടസ്, അലീഷ. കൺഗ്രാറ്റ്സ് ടു ഓൾ. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര്? ഉത്തരം സജിത. 2020 ജൂലൈയിൽ ഈ പദവിയിൽ നിയമിതയായി. കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം ഏത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ശരിയുത്തരം കമൻറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേരുകളും കമൻറ്റ് ചെയ്യൂ. ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപന്മാരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് എന്താണ്? ഉത്തരം ആൽക്കനോൺ. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ? ഉത്തരം വധശിക്ഷ. കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിൽ ഉണ്ട്. ഏതാണ് ആ വസ്തു? ഉത്തരം കാഡ്മിയം. COVID-19 ഏതു വിഭാഗക്കാരിലാണ് കൂടുതൽ അപകടകരമായി മാറുന്നത്? ഉത്തരം പുകവലിക്കുന്ന ആളുകളിലാണ് COVID-19 കൂടുതൽ അപകടകരമാകുന്നത്. മദ്യദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ്? ഉത്തരം മെഥനോൾ അഥവാ മീഥൈൽ ആൽക്കഹോൾ. പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര്? ഉത്തരം ശ്രീബുദ്ധൻ. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ്? ഉത്തരം ബ്രൗൺ ഷുഗർ. ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം NDPS ആക്ട് അഥവാ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. ഇത് നിലവിൽ വന്നത് 1985. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിന്നെ വിളിക്കാൻ മറ്റു പേരുകൾ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്നു വിളിക്കും. ആരുടെ വാക്കുകളാണിവ? ഉത്തരം വില്യം ഷേക്സ്പിയർ. പുകയില്ലാത്ത 21ാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേത് ആണ്? ഉത്തരം ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിൻ്റെ ചുരുക്കരൂപമാണ് WHO. ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത് എന്താണ്? ഉത്തരം ആളുകൾ വെറ്റില മുറുക്കുന്നതാണ് കൂടുതൽ ക്യാൻസറിന് കാരണമാകുന്നത്. കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഡ്രഗ്സിനോടുള്ള ഭയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഫാർമക്കോഫോബിയ. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം പോർച്ചുഗീസ്. പുകയിലയിൽ അടങ്ങിയ മാരക വിഷവസ്തുവായ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്നാണ്? ഉത്തരം
1996 ഏപ്രിൽ 1 ചാരായ നിരോധനം നടപ്പാക്കിയത്. മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ്? ഉത്തരം കഞ്ചാവ്. ലോക മദ്യവർജന ദിനം അഥവാ വേൾഡ് നോ ആൽക്കഹോൾ ഡേ എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഗാന്ധി ജയന്തി ദിനത്തെ തന്നെയാണ് ലോക മദ്യവർജന ദിനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മയക്കുമരുന്ന് വിരുദ്ധ ദിനം, ലഹരി വിരുദ്ധ ദിനം എന്നിവ ഏത് സംഘടനയുടെ ആഹ്വാനപ്രകാരം ആണ് ആചരിക്കുന്നത്? ഉത്തരം ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. മദ്യപാനം മൂലം ഉണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം പേശികൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏതു ചരിത്ര സംഭവമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കറുപ്പ് യുദ്ധം. മൃതശരീരം കേടാകാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതേ വസ്തു തന്നെയാണ് പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നതും. ഏതാണ് ആ വസ്തു? ഉത്തരം ഫോർമാൽഡിഹൈഡ്. കേന്ദ്ര നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ലഹരി വിഭാഗം ഏതാണ്? ഉത്തരം ഒപ്പിയോയിഡ്സ്. വേദന സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം തലാമസ്. പഴയ കാലത്ത് ചരടുകൾ, തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഒരു മയക്കുമരുന്ന് ചെടി ഉപയോഗിച്ചിരുന്നു. ഏതാണ് ആ ചെടി? ഉത്തരം കഞ്ചാവ്. കറുപ്പ് അഥവാ ഒപ്പിയം ഇതൊരു തരം മയക്കുമരുന്നാണ്. ഇത് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? ഉത്തരം പോപ്പി ചെടി. പോപ്പി ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം പേപ്പവർ സൊമിനിഫെറം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു ക്വിസ് വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.